നമസ്കാരം. അമേരിക്കയിൽ 10 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൻ്റെ വിശ്വസ്തനായ ഇലോൺ മസ്ക് അയച്ച മെയിലിന് മറുപടി നൽകാത്തവരെയാണ് പിരിച്ചുവിടുമെന്ന് ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാജ്യത്തെ ഏതാണ്ട് 23 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഇലോൺ മസ്കിൻ്റെ ഒരു മെയിൽ ലഭിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഈ മെയിൽ ജീവനക്കാർക്ക് ലഭിച്ചത്. എന്നാൽ FBI പോലെയുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ മേലധികാരികൾ ജീവനക്കാരോട് ഇതിന് മറുപടി അയക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച നിരവധി ആശയക്കുഴപ്പങ്ങളും നിലവിൽ നിന്നിരുന്നു. എന്നാൽ ഇലോൺ മസ്ക് പറയുന്നത് ഈ മെയിലിന് മറുപടി നൽകാത്ത ആളുകൾ ജോലി രാജിവെച്ചു എന്ന് സ്വയം കരുതിക്കൊള്ളണം എന്നാണ്. നിരവധി ജീവനക്കാർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഏതായാലും 10 ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അയച്ച മെയിലിന് തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് മുമ്പ് വിശദീകരണം നൽകണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ പല ജീവനക്കാരും അവരുടെ മേലധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിന് മറുപടി നൽകാതിരുന്നതാണ് ഇപ്പോൾ കുഴപ്പങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ജീവനക്കാർ കൂടുതലുള്ളത് എന്ന കാര്യം ഡോജിന്, അതായത് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മസ്കിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിക്ക് വളരെ വ്യക്തമായി അറിയാമെന്നും അതിന്മേലുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മെയിൽ അയച്ചത് എന്നുമാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന വിശദീകരണം. ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായി ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമാണ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ തൻ്റെ കർശന നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയിലെ പല ഓഫീസുകളിലും ജീവനക്കാർ ആവശ്യത്തിലധികം ഉണ്ട് എന്നാണ് ട്രംപിൻ്റെയും മസ്കിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ ഇവരെ പിരിച്ചുവിട്ടാൽ മാത്രമേ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡോജ് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്. ഓട്ടോമേറ്റഡ് റിഡക്ഷൻ ഇൻ ഫോഴ്സ് എന്നതിന് ചുരുക്കപ്പേരായ ഓട്ടോറിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡോജ് ഇതിനായി ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെ പ്രതിരോധ വകുപ്പാണ് ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇത് ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഇലോൺ മസ്കും ട്രംപും ചേർന്ന് ദുർവിനിയോഗം ചെയ്യുകയാണ് എന്നാണ് ഇവരുടെ എതിരാളികൾ ആരോപിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു കാര്യങ്ങളും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ട്രംപോ മറ്റ് സർക്കാർ അധികൃതരോ ചെയ്തിട്ടുമില്ല. ഇതുവരെ സാധാരണ നടപടിക്രമങ്ങളിലൂടെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നത്. അവരുടെ മേലുദ്യോഗസ്ഥന്മാർ നൽകുന്ന റിപ്പോർട്ട്, മറ്റ് പരിശോധനകൾ, ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിക്കുക, അവരുടെ വിശദീകരണം തേടുക തുടങ്ങിയ നിരവധി പ്രക്രിയയിലൂടെ തന്നെയാണ് ജീവനക്കാരെ പിരിച്ചുവിടുമായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ മെയിലിന് മറുപടി അയച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊള്ളണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെയും മസ്കിൻ്റെയും പല നടപടികളും ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അമേരിക്കയ്ക്ക് കൂടുതൽ ദോഷകരമാകും എന്ന ആരോപണവും ഉയരുന്നുണ്ട്. മസ്കിൻ്റെ സ്ഥാപനമായ ടെസ്ലയുടെ വാഹനങ്ങളുടെ വിപണി പോലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കുത്തനെ ഇടിയുകയാണ്. മസ്കിനെയും ഡൊണാൾഡ് ട്രംപിനെയും പ്രധാന എതിരാളികളായി തന്നെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ തന്നെ മറ്റ് പല സംഘടനകളും കാണുന്നത്. ഒരു തരത്തിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലല്ല ഈ മസ്കും ഡൊണാൾഡ് ട്രംപും പ്രവർത്തിക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ മേൽ മസ്കിന് അമിതമായ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ഇരുവരും ചേർന്ന് നടപ്പിലാക്കുന്നതെന്നുമാണ് ആരോപണം.